നമുക്ക് ലിംഗമതത്തിൻ്റെ ഒരു വിശേഷം നമുക്ക് പറയാനുണ്ട്. ഇത് ചിത്രമൊന്നും കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കുക, അതൊരു ദിക്കറാണ് കേട്ടോ. അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. കേസ് കൊടുക്കാൻ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് അതും തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ട് സാധനങ്ങളാണ് ഞാൻ അവിടെ എഴുതിയത്. ഒന്ന് ഒരു ദിക്കറാണ്, മറ്റേത് ലിംഗമതം എന്നുള്ളതാണ്. ഇത് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് അത് എൻ്റെ പ്രശ്നമല്ല എന്നും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ലിംഗമതത്തിൻ്റെ പ്രശ്നമാണ് നമുക്കിന്ന് ഇവിടെ ആദ്യം പറയാനുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ട് ചെസ് നമ്പർ 1 നമ്മളുടെ അബ്ദുൽ ഗഫൂറിനെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ മൂപ്പര് സ്റ്റേജിൽ വന്നിട്ട് നടത്തിയ ഒരു വിവാദ പരാമർശം, അല്ലെങ്കിൽ വളരെ സ്ത്രീവിരുദ്ധമായൊരു പരാമർശം, അല്ലെങ്കിൽ ഒരു 6-ാം നൂറ്റാണ്ട് തരം അവിടെ ഇറക്കി. അതാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു ടീച്ചർ തന്നെ ഇതിന് ന്യൂസ് കട്ടിങ് എനിക്ക് അയച്ചു തന്നു. വളരെ വ്യസന സമേതം അവരുടെ ആ ഒരു ആവലാതി പങ്കുവെക്കുകയും അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. കാരണം എന്താ വെച്ചാൽ ഏതൊരു സംഗതി എടുത്തു കഴിഞ്ഞാൽ, ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഒരു സെക്ഷലൈസ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാക്കി അതിനെ മാറ്റി, എന്നിട്ട് അതിലൂടെ ആ മതത്തിൻ്റെ നിയമങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു ശ്രമം, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ അതിനും അപ്പുറത്തേക്ക് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസൽ ഗഫൂറിനെ കുറിച്ചും MES കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവേ ആളുകൾ പറയുന്നൊരു വലിയൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്നത് എത്രമാത്രം പിന്തിരിപ്പനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും, അത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും അതിനൊക്കെ ഒരു വിപരീതമാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ ചില അപവാദങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചില പേരുകൾ എടുത്തു പറയുന്നു, ചില സ്ഥാപനങ്ങളുടെ പേരെടുത്ത് പറയുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ഈ MES എന്ന് പറയുന്നത്. MES നോക്കൂ, അവരെത്രമാത്രം ഇതൊക്കെ ഉണ്ടെങ്കിലും അവരുടെ സ്ഥാപനത്തിൽ മുഖം മറയ്ക്കുന്നതിനെതിരെ നിലപാടെടുത്തൊരു സ്ഥാപനമാണ്. അവർ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് മുന്നോട്ട് വന്നിട്ടുള്ള സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് പാലും തേനും ഒഴുക്കി സംസാരിക്കുക, അതിന് വലിയ തോതിൽ മുന്തിച്ച് പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട്, അത് ഈവൻ ഇപ്പോൾ വലിയ സംഘപരിവാറുകാരനാണ് എന്ന് നിങ്ങൾ സംഘിയാണെന്ന് വിലയിരുത്തുന്ന ആൾ പോലും ചിലപ്പോൾ MES സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ലെവലിൽ ഒരു ആക്സെപ്റ്റൻസ് ഉള്ള ഒരു കൂട്ടം, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനാണ് MES. അതിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് നമ്മളുടെ ഫസൽ ഗഫൂർ എന്ന് പറയുന്നത്. ആ ഫസൽ ഗഫൂർ ഇന്ന് ഇതുപോലൊരു സംഗതി നടത്തുമ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തതിൽ ആ വാചകമാണ് നമ്മളിവിടെ പുറത്തേക്ക് വീണ്ടും ഒന്ന് എടുക്കേണ്ടി വരുന്നത്. ആ വീഡിയോയിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് മുസ്ലിം സമുദായം അറിയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്, അതായത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഈസ് കില്ലിങ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തു. ആ വീഡിയോയിലാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഭാഗം നമ്മളന്ന് പറഞ്ഞത്. വേണമെങ്കിൽ അതൊന്ന് ചുമ്മാ കേട്ടേക്കാം, ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ല, ഒരു സെക്കൻഡ് ഒന്ന് എടുത്തേക്കാം. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിം സമുദായത്തിൽ നിന്നും അംബേദ്കറിനെ പോലെ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്ഷിപ്പ് കാണിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അത്തരം ഒരു നേതാവ് മുസ്ലിം സമുദായത്തിൽ നിന്ന് പൊങ്ങി വരുന്നില്ല എന്നതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മളന്ന് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. ഇതാണ് നമ്മളന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ MES എന്ന് പറയുന്ന സംഘടനയുടെ, അതല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ബോഡിയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ കാണുന്ന വളരെ വിദ്യാസമ്പന്നനായ ഒരു ഡോക്ടർ ആയിട്ട്, ന്യൂറോളജിസ്റ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, ആയുർവേദത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് വേറെ വിഷയം, പോട്ടെ, അതിപ്പോൾ പല മണ്ടത്തരവും ഇതുപോലെ പല ഡോക്ടർമാരും കാണിക്കാറുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ ഇവിടെ പറയുന്ന എന്താണ്, ഈ മതത്തിൻ്റെ നിയമങ്ങൾ എടുത്ത് പറയുന്നു, ആ മത നിയമത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. അത് മതേതര ഇടത്ത്, അതായത് സ്കൂള് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് മതേതര ഇടമായിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്തെ ആ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് അതിനെ തികച്ചും മതവൽക്കരിക്കുന്ന രീതിയിൽ, മതത്തിൻ്റെ നിയമം ഇറക്കി വെക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ആളായിട്ട് മാറുകയാണ്. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊന്ന് ഇവിടെ നിന്ന് കേട്ടു നോക്കാം. ഓക്കെ. That wasn't an outright dismissal of faith. It was a well-considered warning, not just Islam as a religion, but against a rotting political culture that places Ummah above Bharat and religious solidarity above national unity. A culture where identity politics is sacred and national interest is negotiable. Ambedkar saw it early, and he called a spade, a threat to democracy, a cancer that could eat away the spine of Indian democracy. And now it's our turn to call out the spade. Muslims failed the common goal once.
when partition became the culmination of identity overtaking freedom and sidelining a shared future as one nation. That wasn't just a warning, it was a scar and a shame. India cannot afford a repeat. And today, we don't just mourn the hijacking of democracy, we mourn the absence of Muslim statesmanship. Where is the Ambedkar-like voice? One that dares to think beyond identity, beyond religion, beyond tribe, beyond victimhood. One that quotes modern values, not just Quran, Hadith or Sharia. One that speaks in the language of citizenship, liberty and conscience, not sectarian loyalty. Dear Muslims, it's high time we find one. Because a community without a statesman is a crowd waiting to be used. Identity beyond religion, beyond tribe, beyond victimhood. One that quotes modern values, not just Quran, Hadith or Sharia. One that speaks in the language of citizenship, liberty and conscience, not sectarian loyalty. Dear Muslims, it's high time we find one. Because community without a statesman is a crowd waiting to be used. Where is the voice that speaks as Indian first and religious only in private? Because when one community plays identity politics, it doesn't stay contained. ഓക്കെ, ഇത് നമ്മളന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ ഒന്ന് കേട്ടത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഒരു പ്രൊഫസി പോലെ ആവുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു പ്രവാചകനാണോ ഞാനെന്നിങ്ങനെ ഇടയ്ക്ക് എനിക്ക് തോന്നിപ്പോവാണ്. എന്താ ചെയ്യുക, എന്തായാലും കൊള്ളാം. ഇത് നമ്മൾ ചെയ്തത് ഏതാണ്ട് കുറച്ചൊരു 5-8 മാസം മുന്നേ ചെയ്തതാണ്, 5 മാസം മുന്നേ. അപ്പം അന്ന് ഈ പറഞ്ഞ കൂട്ടത്തിലൊരു വാചകമാണ് അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് മുസ്ലിംസ് ഷുഡ് ലേൺ ടു തിങ്ക് അബൌട്ട് റിലീജിയൻ, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്. എന്നിട്ട് രാജ്യവും മതേതര മൂല്യങ്ങളെയും ഉയർത്തിവെക്കുന്ന രീതിയിൽ സംസാരിക്കാനും ആ രീതിയിൽ നിലകൊള്ളാനും മുസ്ലിങ്ങൾ ശീലിക്കണം. ഇതാണ് നമ്മളന്ന് പറഞ്ഞു വെച്ചത്. കാരണം എന്താണ്, ഇവിടെ കാണുന്നത് അതല്ല. അംബേദ്കറിനെ പോലെ ഒരു നേതാവ് മുസ്ലിം സമുദായത്തിൽ നിന്നും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. പകരം ഏത് നേതാവ് വന്നാലും നമ്മൾ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരികയാണ്. അതിപ്പോൾ വരും ഹദീസ്, ഇപ്പോൾ വരും ഖുർആൻ, ഇപ്പോൾ വരും ശരിയ നിയമം. ഇതാണ് അവസ്ഥ. ഏത് നേതാവിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും വായിലൂടെ കടന്നു വരുന്നത് കുറേയൊക്കെ ഇതേപോലെയൊക്കെയുള്ള സാധനങ്ങൾ കഴിഞ്ഞിലേക്കും ശാസ്ത്രമൊക്കെ കുറേ പറയും, വലിയ മതേതരത്വ മൂല്യമെന്ന് പറയും, റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് അവസാനം വന്നിട്ട് കല ഉടയ്ക്കും. ഇതാണ് സംഭവിക്കുക. ഇവിടെ സംഭവിച്ചതും ഈ നീലക്കുറുക്കനായ ഈ ഒരു ഗഫൂറും കൂകിപ്പോയിരിക്കുന്നു എന്നത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. കൂകിയിരിക്കുന്നു. ഇതൊരു വലിയൊരു അപജയമാണ്. ഇത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവർ സ്വയം തോൽക്കുന്നതിന് തുല്യമാണെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. ഇത് സത്യത്തിൽ ഈ മുസ്ലിങ്ങളുടെ ജീവിതം, ഇവിടുത്തെ ഇന്ത്യയിലെ എക്സിസ്റ്റൻസ്, അത് കൂടുതൽ കുഴപ്പത്തിൽ ചാടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഗഫൂർ പറഞ്ഞെന്നുള്ളത് ആദ്യം ഒന്ന് കേട്ടിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ബാക്കി പറയാം. ാണ് പോകുന്നത്. MES പ്രസിഡന്റ് ഫസൽ ഗഫൂറാണ് ഈ ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. പണ്ട് മാറ് മറയ്ക്കാനായിരുന്നു സമരം, ഇപ്പോൾ മാറ് കാണിക്കാനാണ് സമരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലപ്പുറത്ത് MES അധ്യാപകരുടെ സംഗമത്തിലായിരുന്നു ഫസൽ ഗഫൂറിന്റെ ഈ പരാമർശം. കേൾക്കാം. ഇവിടെ സമരം നടത്തിയിരുന്ന കുറെ ആൾക്കാർ എന്തിനു വേണ്ടി, ഇവർ ചരിത്രം അറിയുന്നവർക്കൊക്കെ സമരം അറിയാം. എന്തിനാണെന്നറിയോ? മുല മറക്കാനായിട്ടുള്ള സമരം. നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്? ഉണ്ട്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ്. പക്ഷേ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് പറയൂ, എന്താണ് സമരം? മുല കാണിക്കാനുള്ള സമരം. അത് തന്നെ. അതിൻ്റെ അർത്ഥം അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട. അപ്പോൾ ആ പാശ്ചാത്യവൽക്കരണം എന്താണ്? ആ പാശ്ചാത്യവൽക്കരണം നിങ്ങളുടെ കുപ്പായത്തിൽ കാണാനുണ്ട്. ഒരു കൂട്ടർ മുഖം മറക്കുമ്പോൾ മറ്റു കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കണം. അതൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ സ്ത്രീകളുടെ വേഷവിധാനത്തെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം, അതിന് വളരെ ആ ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് തെറ്റൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ അറബിയിൽ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് മലയാളത്തിൽ പറയാമെങ്കിൽ ഇതൊക്കെ പറയാനുള്ള അവകാശം ഗഫൂറിനുണ്ട്. കാരണം ഇതൊക്കെ അത്ര എക്സോട്ടിക് ആയിട്ടുള്ള വാക്കുകളൊന്നുമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഈ മാറുമറയ്ക്കൽ സമരം നടന്നിട്ടുണ്ട്. മാറുമറയ്ക്കാനുള്ള അവകാശം നേടാൻ വേണ്ടിയിട്ടുള്ള സമരം നടത്തിയിട്ടുണ്ട്. ഇന്ന് പക്ഷേ ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിന് ഇവിടെ കാണിക്കുന്നത്? ആ പത്രവാർത്തയിൽ ചെയ്ത പോലെ അതിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. അധ്യാപികമാർക്കെതിരെ വിവാദ പ്രസ്താവനയായ ഡോക്ടർ ഫസൽ ഗഫൂർ, തുള്ളൽ നിർത്തിക്കോ, തൊട്ടുകളിയും ചുറ്റിക്കളിയും വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു തലക്കെട്ടൊക്കെയാണ് അതിൽ വന്നത്. ടീച്ചർമാർ മീറ്റിങ്ങുകളിലും ക്യാമ്പുകളിലും പങ്കെടുക്കുമ്പോൾ അവിടം കൂത്തമ്പലമാക്കരുതെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ P. ഫസൽ ഗഫൂർ. ടീച്ചർമാർ തുള്ളൽ നിർത്തിക്കോ, തുള്ളൽ
ഓട്ടൻതുള്ളലോടെ കഴിഞ്ഞു. തൊട്ടുകളിയും ചുറ്റിക്കളിയും വേണ്ട. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ MES CBSE സംസ്ഥാന അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്ത് ഫസൽ ഗഫൂർ പറഞ്ഞു. പണ്ട് മാറുമറയ്ക്കൽ സമരം നടന്നു, ഇന്ന് മാറ് കാണിക്കൽ സമരം നടക്കുന്നുണ്ട്. DJ വെച്ചുള്ള ആട്ടവും പാട്ടും വേണ്ട. ചിലർ വസ്ത്രത്തിൽ മുഖം മറയ്ക്കുന്നു, മറ്റു ചിലർ ചിലത് തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഭാഷകളുടെ മാതാവ് സംസ്കൃത ഭാഷയാണെന്ന് പറയുന്ന അത് സവർണാധിപത്യമാണ്. ബാബരും അയ്യപ്പനും സഹോദരങ്ങളല്ല. എങ്ങനെ ബാബർ വന്നുപെട്ടു എന്നത് മിഥ്യയാണ്, ഐതിഹ്യമാണ്. അമിതമായ പാശ്ചാത്യവൽക്കരണം വേണ്ടെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. ഇത്രയാണ് പറഞ്ഞു വെച്ചത്. ഇതെല്ലാ വാചകവും ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാം ചെന്നെത്തുന്നത് നമ്മളുടെ ഇസ്ലാമിക മൂല്യങ്ങളിലേക്കാണ് എന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എസൻസിൻ്റെ ഈ ലിറ്റ്മസ് വരികയാണ് ഈ ഒക്ടോബർ 19. അപ്പോൾ അതിൻ്റെ പ്രചരണാർത്ഥം ഇങ്ങനെ ചെറിയ വീഡിയോകൾ ഇറക്കി വിടുന്നതിൽ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും, ഇല്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. നിങ്ങൾക്കൊരു ഒരു എന്താണ് റിലീജിയന് ഒരു ടാഗ് ലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കൊടുക്കുക എന്ന് ഇങ്ങനെ ഒരു ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എല്ലാ റിലീജിയനെയും നമ്മൾ ഒരുമിച്ചൊരു ബ്രാക്കറ്റിലാക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഈ പേപ്പട്ടി മതത്തിനെ അത് വേറെ തന്നെ കാണുക. അതൊരു റിലീജിയൻ അല്ല. അത് റിലീജിയൻ പോലെ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഒരു ഫാഷിസ്റ്റ് കൾട്ടാണത്. റിലീജിയൻ്റെ ഒരു സ്വഭാവം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ട്രൂ റിലീജിയൻ ഒന്നുമല്ല. അതിൽ കുറേ ദൈവസങ്കല്പമൊക്കെ ഉണ്ട്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഏഴായാലത്തൂടെ പോയിട്ടുമില്ല. അപ്പോൾ അതിനെ പിടിച്ച് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി പേപ്പട്ടി മതത്തിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാഗ് ലൈൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്യണോ, ജോയിൻ ഇസ്ലാം എന്നതാണ് നമ്മൾ കൊടുക്കുന്ന ടാഗ് ലൈൻ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയെ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടിട്ട് ഒരു 10-20 ദിവസം നിങ്ങൾ കണ്ണു മൂടിയിട്ട് അവിടെ അങ്ങോട്ട് കിടത്തിയിട്ട് ഒരു ദിവസം അങ്ങോട്ട് കണ്ണ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏത് നൂറ്റാണ്ടിലാണ് അവൻ അവിടെ ജീവിക്കുന്നതെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവനവിടെ കണ്ണു തുറക്കുക. അങ്ങനെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അവന് എത്താൻ പറ്റും. അതായത് ടൈം ട്രാവൽ ചെയ്ത് 6-ാം നൂറ്റാണ്ടിൽ ചുറ്റും നോക്കുമ്പോൾ മരുഭൂമി, ചുറ്റും നോക്കുമ്പോൾ ആട് വെച്ച് നടക്കുന്ന ആളുകൾ, ഇൻ്റർനെറ്റ് ഇല്ല, 3G ഇല്ല, 4G ഇല്ല, എല്ലാം ഷട്ട് ഡൗൺ, മറ്റേ വിമാനം പോലും പറക്കുന്നില്ല. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് പറക്കുള്ളൂ. അങ്ങനെ എന്തുകൊണ്ടും വളരെ ദാരുണമായ അവസ്ഥയിൽ ആളുകൾ ജീവിക്കുന്ന അവസ്ഥ, പട്ടിണിയും പരിവട്ടവും മാത്രം. ആ കൂടിയുള്ളൊരു സമാധാനം 5 നേരം ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചങ്ങാതി അലറി വിളിക്കും, ബാങ്ക്. അത് കേൾക്കുമ്പോൾ ഒരു സുബഹിയായി, ലൊഹറായി, അസറായി, മഗ്‌രിബായി, ഇത് മനസ്സിലാവും. ഇഷാ ബാങ്കും കൊടുക്കുമ്പോൾ അറിയാം. ഇഷാ ബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാരി തിന്ന് കിടന്നുറങ്ങാം. ഇതിനപ്പുറത്തേക്ക് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ നമ്മൾ പറയുന്നു, യഥാർത്ഥ മുസ്ലിങ്ങൾ ആര് എന്ന് ചോദിക്കുമ്പോൾ അത് താലിബാനാണ്, അത് ISIS ആണ്, അത് അൽ-ഖൈദയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് ഒരു യഥാർത്ഥ മുസ്ലിമിനെയും കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ ഈ നീലക്കുറുക്കൻ അബ്ദുൽ ഗഫൂറിനെ തന്നെയാണ്. ഇദ്ദേഹവുമായിട്ടൊരു ചർച്ച, സംവാദമൊന്നും വിളിക്കുന്നില്ല, ഒരു ചർച്ച, പൊതുവേദിയിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ലിറ്റ്മസിൻ്റെ വേദിയിലേക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷമാണ്, അതിന് മുന്നത്തെ വർഷമാണ് വിളിച്ചു. എന്ത് ചെയ്താൽ അദ്ദേഹം അടക്കില്ല. അത് നമ്മൾ ആണ് എന്ന് പറയുമ്പോൾ ആദ്യം വരാമെന്നൊക്കെ പറഞ്ഞു, പിന്നീട് ആരൊക്കെയോ കൂടി എന്തോ പറഞ്ഞു തോന്നുന്നു, പിന്നെ അത് മുങ്ങുകയാണ് ഉണ്ടായത്. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. മുങ്ങിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ആൾ കുറേ ശ്രമിച്ചു ആളെ കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ പേര് അറിഞ്ഞു, ഇന്ന വ്യക്തിയാണ് എന്നറിഞ്ഞപ്പോൾ ആൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു സംഗതിയും നമ്മൾ പറയുന്നത് എന്താണ്, ഇത് താലിബാനിസമാണ്. ഗഫൂർ ഇവിടെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് യഥാർത്ഥ ഇസ്ലാമാണ്. ആ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് താലിബാനിസമാണ്. അത് ISIS തരമാണ്, അത് അൽ-ഖൈദ തരമാണ്, അത് ലഷ്കർ-ഇ തൊയ്ബത്തരമാണ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഹർക്കത്തെ മുജാഹിദത്തരമാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. എളുപ്പത്തിന് നിങ്ങൾക്ക് ഇസ്ലാമാണ് എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചുരുക്കി തന്നെ പറഞ്ഞത്. ഇനി ഒന്നുകൂടി ചുരുക്കണമെന്നുണ്ടെങ്കിൽ അത് പേപ്പട്ടി മതത്വം ആണ് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. വളരെ സിമ്പിളാണ്, എളുപ്പമാണ്, മനസ്സിലാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ആ ഒരു വിശേഷണം നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ കൊടുത്ത വ്യക്തി VP സുഹറയാണ്. ഫസൽ ഗഫൂറിന് താലിബാൻ്റെ ബാധ കൂടിയതാണ്. ഇതാണ് VP സുഹറ പറഞ്ഞത്. VP സുഹറയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മളുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ഫെമിനിസ്റ്റാണ് ഈ പറയുന്നത് VP സുഹറ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾക്ക് ഈ ഹിന്ദുമതത്തിലെ പ്രശ്നം വന്നാൽ അതിൽ സ്ത്രീ വിരുദ്ധത ഉണ്ടെങ്കിൽ അവർ ഉറഞ്ഞുതുള്ളും. ക്രിസ്ത്യാനിറ്റിയിൽ ഏതെങ്കിലും ഒരു സ്ത്രീവിരുദ്ധത കണ്ടു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ നിലത്ത് കിടന്ന് ഉരുണ്ട് അതിന് പ്രശ്നം ഉണ്ടാക്കും. ഉരുണ്ട് പരണ്ട് മറ്റേ കുരിശ് കണ്ട ചെകുത്താനെ പോലെയാണ്. അതേസമയം ഇസ്ലാമിൽ ഒരു സ്ത്രീവിരുദ്ധത കണ്ടാൽ അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഫെമിനിസ്റ്റുകളാണ്. ഇവിടെ ഒരു സ്ത്രീ തുല്യത എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ, യൂണിഫോം സിവിൽ കോഡിലൊക്കെ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ, അതിൻ്റെ കേസ് പോകുമ്പോൾ, അതിനുവേണ്ടി പോരാടുമ്പോൾ ഇവർ നേരിടുന്ന ആഭാസ വാക്കുകൾ വരെയുണ്ട്. ഇവരെന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ VP സുഹറയൊക്കെ പല വാക്കുകൾ ഉപയോഗിച്ചിട്ട് വരെ ഇവിടെ വിശേഷിപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല.
അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതേപോലെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ വലിയ നേതാക്കളായിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഫാത്തിമ തഹ്ലിയെ പോലെയൊക്കെയുള്ള ആളുകൾ, അവരൊന്നും ഇവരെ കണ്ട ഒരു ഭാവം പോലുമില്ല. പറയുമ്പോൾ BP സൂറ ഒരു എക്സ് മുസ്ലിം ആണെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടുമില്ല. അവരിപ്പോഴും വിശ്വാസിയായി നോമ്പെടുത്തും നിസ്കരിച്ചൊക്കെ നടക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരാൾ പോയിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോലും, അത് സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് പോലും, ഈ സ്ത്രീകളുടെ വലിയ ഒരു പ്രതിനിധിയാണെന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന ഫാത്തിമ തഹ്ലിയെ പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ സ്ത്രീ നേതാക്കൾ, വനിതാ നേതാക്കൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ നമ്മുടെ നാട്ടിലെ അത്തരം പുരോഗമനവാദികളായിട്ടുള്ള വലിയ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളായിട്ടുള്ള ഇതുപോലെ മുസ്ലിം ലീഗിൻ്റെ വനിതാ നേതാക്കളായാലും ശരി, വലിയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ആക്ടിവിസ്റ്റുകളായിട്ട് നടക്കുന്ന ഫെമിനിസ്റ്റുകളായാലും ശരി, ഇവർക്കൊന്നും തന്നെ ഇസ്ലാമിൻ്റെ വിഷയം അതിൽ സ്ത്രീവിരുദ്ധത വരുമ്പോൾ മിണ്ടാട്ടം ഉണ്ടാകാറില്ല എന്നത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന വ്യക്തിയാണ് BP സൂറ. ആ BP സൂറയാണ് ഇവിടെ ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇത് താലിബാനിസമാണ്, താലിബാൻ്റെ ബാധ കൂടിയതാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെ ഈ ഒരു സാധനം താലിബാൻ എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഒരു വിയോജിപ്പുണ്ട്. കാരണം ഇത് സത്യത്തിൽ താലിബാൻ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി യോജിക്കുക ഇത് ബോക്കോ ഹറാം കൂടിയതാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അതെന്താണെന്നാണ് നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോഴാണ് ഈ പേപ്പട്ടി മതത്വം എത്രത്തോളം വന്നു, എങ്ങനെയാണ് വന്നത്, ഏത് വഴി കൂടെയാണ് വന്നത്, ഏത് ഡയലോഗിലാണ് അത് കടന്നു വന്നതെന്നൊക്കെ നമുക്കിവിടെ പറയാൻ പറ്റുള്ളൂ. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നൈജീരിയയിലേക്ക് നമ്മളൊന്ന് ഊളിയിടുക. നൈജീരിയയിലേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക, താഴേക്ക് നോക്കരുത്. അവിടെ ഗാസയിൽ യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധ തിരിഞ്ഞു പോകും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കണ്ണുനീര് അവിടെ വീണ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചങ്ങ് പോകുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുക, ആ ഭാഗത്തേക്ക് നോക്കരുത്. നമ്മൾ നൈജീരിയയിലേക്കാണ് നമ്മളുടെ യാത്ര, ആരും ശ്രദ്ധ തെറ്റാതിരിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ നൈജീരിയയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ കെട്ടിയിട്ട് വെടിവെച്ചും അതുപോലെ തിരിച്ച് നിർത്തി വെടിവെച്ചും പിന്നെ കത്തിച്ചും ഒക്കെ എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റും അങ്ങനെയൊക്കെ വളരെ മികച്ച രീതിയിൽ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 10-20 പേരെയൊക്കെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. നൈജീരിയയിലെ ക്രിസ്ത്യൻ കൂട്ടക്കൊല ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഒരു അക്ഷരം ഇതിനെക്കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാറില്ല. ഏതായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ ചാനലിൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങൾ, നൈജീരിയയിൽ എന്ത് സംഭവിച്ചു, സുഡാനിൽ എന്ത് സംഭവിച്ചു, യമനിൽ എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെ ഓരോരോ രാജ്യത്തെ, ഗാസ കഴിഞ്ഞല്ലോ, ഗാസയിലെ യുദ്ധം കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ധൈര്യമായിട്ട് പറയാം. അങ്ങനെ നമ്മൾ ഓരോരോ രാജ്യങ്ങളായിട്ട് അന്വേഷിച്ച് നമ്മൾ ചോദിച്ചു പോകും. ഇതാണ് നമ്മൾ അടുത്ത ലക്ഷ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് നൈജീരിയയിലെ കാര്യം ഒന്ന് പറയാം. അപ്പോൾ നൈജീരിയയിൽ ഈ ചിത്രം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ചോദിക്കില്ല, കാണാൻ സാധ്യതയില്ല. കാരണം ഇത് നമ്മുടെ പത്രക്കാരും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് വേറെ ആരുമല്ല, ഇത് നൈജീരിയയിലെ കുട്ടികളാണ്, സ്കൂൾ കുട്ടികളാണ്. ഇവരൊക്കെ കൂടുതലും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടുള്ള കുട്ടികളാവാനാണ് കൂടുതലും സാധ്യത, അല്ലെങ്കിൽ അമുസ്ലിങ്ങളാണ്. അപ്പോൾ ഇവരെന്തിനാണ് തട്ടിക്കൊണ്ടുപോകുന്നത്? തട്ടിക്കൊണ്ടുപോയത് ആരാണ്? ഇവിടെ ഐസിസ് ആണ്. ഐസിസ് എന്ന് പറഞ്ഞാൽ ബോക്കോ ഹറാമിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ്. അവരുടെ പേര്, അറബി പേര് വേറെ ഉണ്ട്, പക്ഷേ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ അവർ വിളിക്കുന്ന ഒരു സാധനമാണ് ഈ ബോക്കോ ഹറാം എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ അതിൽ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, അവരെ വെച്ചുകൊണ്ട് വില പേശുക, എന്നിട്ട് അത് വെച്ചുകൊണ്ട് കാശ് വാങ്ങിച്ച് പിടുങ്ങുക, എന്നിട്ട് വീണ്ടും തോക്ക് വാങ്ങുക, ഉണ്ട വാങ്ങുക, എന്നിട്ട് വീണ്ടും വെടിപൊട്ടിക്കുക, വീണ്ടും പിടിച്ചുകൊണ്ട് പോവുക. ഇതിങ്ങനെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ബോക്കോ ഹറാമിൻ്റെ നൈജീരിയയിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്ന ഭരണകൂടം, സെക്യുലറായിട്ടുള്ള അനിസ്ലാമികമായ ഭരണകൂടത്തെ മറിച്ചിട്ട് അവിടെ ഇസ്ലാമികമായ ജിഹാദിലൂടെ അതിൻ്റെ ഭരണം സ്ഥാപിക്കുക എന്നത് കൃത്യമായി എഴുതി വെച്ച് നടപ്പിലാക്കുന്ന ഒരു കൂട്ടമാണ് ബോക്കോ ഹറാം. അത് ഐസിസിൻ്റെ തന്നെ കൂടെയുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഐസിസ് തന്നെയാണത്. അതിന് അവർ വിളിക്കുന്ന പേരാണ് ബോക്കോ ഹറാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി ഇത് ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നൊരു കാരണമുണ്ട്. ബോക്കോ ഹറാം എന്ന് പറയുന്ന വാക്ക്, അതാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത്. ഈ ബോക്കോ ഹറാമിൻ്റെ അർത്ഥം എന്താണ്? ബോക്കോ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബുക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ബോക്കോ എന്ന് പറയുന്നത്. ഹറാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഈ പറയുന്ന സാധനം. അപ്പോൾ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വെസ്റ്റേണൈസേഷൻ ഈ സാക്രിലേജ് എന്ന് പറയുന്ന ഒരു സാധനം, അതാണ് ഈ ബോക്കോ ഹറാം. അതായത് പാശ്ചാത്യവൽക്കരണം, പാശ്ചാത്യം എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് കേൾക്കാം. നമ്മളെ ചങ്ങാതി ഇവിടെ പറയുന്നത് അതിന്റെ അർത്ഥം അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട. എന്താ നകുലേട്ടാ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്? എന്താ ഇപ്പോൾ നമ്മൾ കേട്ടത്? അമിതമായ പാശ്ചാത്യവൽക്കരണം മാണ്ട അല്ലേ? അതിന്റെ അർത്ഥം അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട. ഇത് തന്നെയല്ലേ ബോക്കോ ഹറാമും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ BP സുഹറയോട് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ വിയോജിക്കുന്നത്. ഇത് സത്യത്തിൽ താലിബാൻ്റെ ബാധയല്ല, ഇത് ബോക്കോ ഹറാമിൻ്റെ ബാധയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വളരെ മോശം. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഇസ്ലാമിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഫെമിനിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ഈ ബാധ മാറുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? അത് അങ്ങനത്തെ ഒരു തെറ്റ് വരാൻ നമുക്ക് പാടുണ്ടോ? ഒരിക്കലും പാടില്ല എന്നാണ് ഞാൻ പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ, ഇനി ആരും ഇത് താലിബാനിസമാണെന്ന് പറയരുത്.
ഇത് ബോക്കോ ഹറാമിസമാണ് എന്ന് നമ്മൾ പറയണം, അല്ലെങ്കിൽ ബോക്കോ ഹറാമിൻ്റെ ബാധ കൂടിയതാണെന്നാണ് നമ്മൾ പറയേണ്ടത്. അത് ഇനിയെങ്കിലും നിങ്ങൾ തെറ്റിക്കരുത് എന്നുള്ളൊരു വലിയ അപേക്ഷയാണ് എനിക്ക് വെക്കാനുള്ളത്. അപ്പോൾ ഇത് ഇവിടെ സംഭവിച്ചത് അതാണ്, ബോക്കോ ഹറാം, അതായത് വെസ്റ്റേൺ ഐസേഷൻ, അത് പാടില്ല. ഒന്നുകൂടി കേട്ടോളൂ. അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട. അപ്പോൾ ആ പാശ്ചാത്യവൽക്കരണം എന്താണ്? ആ പാശ്ചാത്യവൽക്കരണം നിങ്ങളുടെ കുപ്പായത്തിൽ കാണാനുണ്ട്. ഒരു കൂട്ടർ മുഖം മറക്കുമ്പോൾ മറ്റു കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കണം. അതൊന്നും വേണ്ട. യെസ്. അപ്പോൾ ഈ ഒരു സാധനം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഫസൽ ഗഫൂറാണ് ഈ പാശ്ചാത്യവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞത്, അതിനെ എതിർത്തത് എന്നത്. അല്ല, ഇവിടുത്തെ സമസ്തയും 1930കളിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതേ സാധനം തന്നെയാണ്. പാശ്ചാത്യവൽക്കരണം, അത് എന്താണ്, നരകത്തിലെ ഭാഷ, പിശാചിൻ്റെ ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇതേപോലെ വിശദീകരിച്ച് അത് ചെയ്യാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പുരുഷനും സ്ത്രീക്കും അനുവാദമില്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മാളിയേക്കൽ മറിയുമ്മ കയറി വന്നിട്ട് ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം നടത്തുന്ന രീതിയിൽ അവരത് പഠിക്കാൻ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവരെ വലിയ തോതിൽ ആക്രമിക്കുന്നു, അവർ നടന്നു പോകുന്ന വഴിയിൽ തുപ്പുന്നു, അവരെ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഇതെല്ലാം അവിടെ നടക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇത് സമസ്ത ഒരു കാലത്ത് ചെയ്ത കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ബഹുഭൂരിപക്ഷം അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് അവരിലൂടെ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോമിംഗ് പ്രഷർ, ഒരു എക്സ്റ്റേണൽ ട്രാൻസ്ഫോമിംഗ് പ്രഷർ, ഒരു സെക്യുലറൈസിങ് പ്രഷർ, ഒരു ഡെമോക്രറ്റൈസിങ് പ്രഷർ, ആ പ്രഷർ അത് സമസ്തയെ പരുവപ്പെടുത്തി. ആ പ്രഷർ ഇവിടെ പല കാര്യങ്ങളെയും ഡിലേ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളുടെ ഇപ്പോൾ ഗാന്ധിയെ കൊന്നു എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൻ്റെ ശേഷം ഇവിടുത്തെ ആ ഒരു ഹിന്ദുത്വ ഭീകരത എന്ന് പറയുന്ന ഒരു സംഗതി ഒരുപാട് കാലം ഉറങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ഇതേ ഒരു ഡെമോക്രറ്റൈസിങ് പ്രഷർ തന്നെയാണ് അതിൻ്റെ കാരണം. ഈ ഒരു സെക്യുലറൈസിങ് പ്രഷർ തന്നെയാണ് ആ ഒരു ഹിന്ദു ഭീകരത അല്ലെങ്കിൽ അത്തരം ഒരു വർഗീയതയെ അകറ്റി നിർത്താൻ ഒരുപാട് കാലം സഹായിച്ചത്. ഈ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഈ ഒരു കാണുന്ന സാഹചര്യം, മതേതരമായി നിലകൊള്ളുന്ന സാഹചര്യം, ആ സാഹചര്യം അങ്ങനെ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട പങ്ക്, അതിനുവേണ്ടി ആക്റ്റീവായിട്ടും പാസീവായിട്ടാണെന്നുണ്ടെങ്കിൽ നിലകൊള്ളുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മുസ്ലിമിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ. അതായത് ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ മൂല്യം ഇന്ന് പുലരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പുലരുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഡിറക്റ്റ് ഓർ ഇൻഡിറക്റ്റ് പങ്ക് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ പങ്ക് കൊള്ളുന്ന കാര്യത്തിൽ മുസ്ലിമിൻ്റെ പങ്ക് എന്ന് പറയുന്നത് അത് 0 ആണ്. എന്നാൽ അതിൽ ഡിറക്റ്റ് ആൻഡ് ഇൻഡിറക്റ്റ് ആയിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് ഇവിടെ മറ്റ് എല്ലാ മതങ്ങൾക്കും, മുസ്ലിം അല്ലാതെയുള്ള എല്ലാ മതങ്ങൾക്കും ഇസ്ലാം അല്ലാതെയുള്ള എല്ലാ മതങ്ങൾക്കും പങ്കുണ്ട്. അതിൽ ഏറ്റവും വലിയ പങ്ക് ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾക്ക് തന്നെയാണ്. ആ ഹിന്ദു മതവിശ്വാസികൾ തന്നെയാണ് ഇവിടെ ഒരു ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പോലും എതിരായിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള മുസ്ലിം ലീഗിനെ കണ്ടുപേടിച്ചിട്ടൊന്നുമല്ല അവിടെ ആ സാധനം വളരാത്തത്. അപ്പോൾ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ ഇതിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ വഴി തെറ്റും എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെയും ഫസൽ ഗഫൂറിനെ പോലെയുള്ള ഒരാൾ, വലിയ വിദ്യാസമ്പന്നനായ ഒരാൾ വന്ന് നിന്ന് ഇതുപോലെ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുരോഗമനപരമായ നിലപാടുകളെടുത്ത് മുസ്ലിം സമുദായത്തിന് മാതൃകയാകേണ്ട വ്യക്തി ഇവിടെ വന്ന് നിന്ന് പറയുന്നത് എന്താണ്? ബോക്കോ ഹറാം ഇത്തരം പറയുന്നു, അല്ലെങ്കിൽ ബോക്കോ ഹറാമിൻ്റെ ബാധ കൊണ്ട് അത് കയറിയ ആളെ പോലെ നിന്ന് സംസാരിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന മുസ്ലിങ്ങൾ ഇത് നിരന്തരം കാണണോ, വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് വെക്കാനില്ല, ഒരാളെപ്പോലും കാണിച്ചു കൊടുക്കാനില്ല എന്ന് വരുമ്പോൾ ഈ സമൂഹത്തിന് എന്ത് മാതൃകയാണ് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കാം, മുസ്ലിങ്ങൾ ആലോചിക്കാം. അവിടെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ തുറന്നു പറയേണ്ടതായിട്ട് വരുന്നത്. ഇത് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധൻ എന്നുള്ള ചാപ്പ കിട്ടുമെന്നറിഞ്ഞിട്ടും അത് നമ്മൾ പറയാതിരിക്കുന്നത്, ഇത് തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം നോക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഭീകരത നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇനി ബോക്കോ ഹറാം ആയാലും ഇതുപോലെ ഈ താലിബാൻ ആയാലും രണ്ടും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ ഈ സ്പെസിഫിക് ഈ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്ന സാധനം എടുത്തു പറയുന്നത് അത് നമ്മുടെ നാട്ടിലുണ്ട്. അത് പച്ചയ്ക്ക് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ബോക്കോ ഹറാമാണ് എന്നതുകൊണ്ടാണ് ഞാനതെടുത്തത്. പക്ഷേ ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ സാധനം തന്നെയാണ്. ഈ ചിത്രമൊക്കെ നമ്മൾ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിൽ നടന്നു പോകുന്ന സ്ത്രീകളെ ഇതേപോലെ വഴിയിലിട്ട് തല്ലുന്ന ആങ്ങളമാർ, ദീനി ആങ്ങളമാർ, ഇതാണ് നമുക്ക് സ്ഥിരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഒരു അഞ്ജന എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ
ഒരു മാധ്യമ പ്രവർത്തകയാണ്. അവർ അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരൊരു ചിത്രം പുറത്തുവിട്ടുണ്ടായിരുന്നു. അവരൊരു പാർക്കിലിരിക്കുന്ന ഫോട്ടോ ആണ്. അപ്പോൾ അതിൽ അവർ എടുത്തു പറയുന്ന കാര്യമാണ്, ഇത് സ്വദേശികൾക്കായിട്ടുള്ള ആളുകൾക്കായിട്ട് ഇവിടെ തുറന്നു കൊടുത്തിട്ടില്ല, വനിതകൾക്ക്. എന്നാൽ വിദേശ വനിതകൾക്ക് ഈ പാർക്കിൽ വരാം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ആ നാട്ടിലെ ആളുകൾ അവർ ടൈം ട്രാവൽ ചെയ്ത് 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നു. ഈ മറ കിട്ടുന്ന കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം, നമ്മളെ ബാസിൽ ചെയ്ത സാധനം ഇത് തന്നെയാണ്. ഈ താലിബാനിസം ഇത് തന്നെയാണ് ബോക്കോ ഹറാം ഇത്തരം നമ്മൾ പറയുന്നത്. ഇതിനുള്ള വഴിയാണ് ഇവർ വെട്ടുന്നത് എന്ന് പറയുന്നതാണ്. മറ്റൊരു വാർത്ത കണ്ടോളൂ, താലിബാൻ ബാൻ വിമൻ ഫ്രം വിസിറ്റിംഗ് പോപ്പുലർ നാഷണൽ പാർക്കിൽ പോകുന്നത് പോലും അവിടെ തടയുന്നു. ആണുങ്ങൾ മാത്രം പാർക്കിൽ പോയാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. സിനിമകൾ പൂട്ടുന്നു, അങ്ങനെ പല പല സാധനങ്ങൾ പൂട്ടിയ, ബ്യൂട്ടി പാർലർ പൂട്ടിയതും പല കോളേജ് പൂട്ടിയത്, സ്കൂൾ പൂട്ടിയതൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് ഒരു മിനിസ്റ്ററുടെ പേര് തന്നെ എന്താണ്? അഫ്ഗാനിസ്ഥാൻസ് ആക്ടിംഗ് മിനിസ്റ്റർ ഓഫ് വിർച്യു ആൻഡ് വൈസ് മുഹമ്മദ് ഖാലിദ് ഹനഫി said women had not been observing hijab inside the park. അപ്പോൾ എന്തുകൊണ്ടാണ് പാർക്കും പൂട്ടാൻ കാരണം വിശദീകരിക്കുന്ന മന്ത്രി ഏത് വിഭാഗത്തിൻ്റെ മന്ത്രിയാണ്? മിനിസ്റ്റർ ഓഫ് വിർച്യു ആൻഡ് വൈസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ സദാചാര മിനിസ്ട്രി എന്ന് അച്ച മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സദാചാര മിനിസ്ട്രി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഏതെങ്കിലും ഒരു മിനിസ്ട്രിയിൽ ഒരു ആധുനിക ലോകത്തുണ്ടെങ്കിൽ അത് ഈ ഇസ്ലാമിക രാജ്യത്താണ് ഉണ്ടാവുക. അതിന് മിനിസ്റ്റർക്ക് വലിയ പദവികളുണ്ടാവും, ക്യാബിനറ്റ് പദവി, അതുപോലെ കാറ്, വണ്ടി, കൊടി എല്ലാം ഉണ്ടാവും. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇസ്ലാമിക രാജ്യത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഹി കോൾഡ് ഓൺ റിലീജിയസ് ക്ലറിക്സ് ആൻഡ് സെക്യൂരിറ്റി ഏജൻസീസ് ടു ഫോർബിഡ് വിമൻ ഫ്രം എൻറ്ററിങ് അൺടിൽ എ സൊല്യൂഷൻ വാസ് ഫൗണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നത് വരേക്കും പെണ്ണുങ്ങൾക്കുള്ള ആ എൻട്രി അവിടെ ബാൻ ചെയ്തു. ബന്ദ് എ അമീർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ, ബിക്കമിങ് അഫ്ഗാനിസ്ഥാൻസ് ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ 2009. ഇതാണ് ആ പാർക്ക്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക, തട്ടമിട്ടിട്ട് പോവുക. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇത് തന്നെയാണ്, ഇൻ്റർനെറ്റ് അധാർമികം ശരിയല്ല. ഓക്കെ, രാജ്യവ്യാപകമായി ഫൈബർ ഓപ്റ്റിക് സേവനങ്ങൾ വിച്ഛേദിച്ച് താലിബാൻ. ഇത് വലിയ വിഷയമായി, അത് ചർച്ചയൊക്കെ വന്നു. അവസാനം സന്ധ്യ അസർ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും അവരിത് തിരിച്ചു കൊണ്ടുവന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് കൊണ്ടുവന്നു. കാരണം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വിമാനം പറക്കൂല, കപ്പൽ ഓടൂല, ബസ് ടൈം നമുക്ക് ഓടിക്കാൻ കഴിയില്ല, ബാങ്കിന് സമയം അറിയണം, ഇൻ്റർനെറ്റ് അത് അപ്ഡേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അതിനും സമയം ഈ പറയുന്ന ഇൻ്റർനെറ്റ് വേണം. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഇൻ്റർനെറ്റ് ഇല്ലാണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, അതേപോലെ ആളുകൾ കുറ്റം പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ പിന്നെ തൽക്കാലം അത് തിരിച്ച് പ്ലഗ് ചെയ്തു. അത് അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കൂട്ടം ആളുകൾ, ഈ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ ഒരു മതേതര ഇടത്ത് നിന്നുകൊണ്ട് ഇതുപോലെ സംസാരിക്കുന്നു. അപ്പോൾ ഇവരുടെ കയ്യിലേക്ക് ഭരണം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സന്യാസ വേഷധാരിയായ ഏതെങ്കിലും കാട്ട് സന്യാസി എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സാധ്വി പ്രാച്ചിയെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഹിന്ദുക്കൾ പോലും സ്വീകരിക്കാത്ത ഏതെങ്കിലും ഹിന്ദു നേതാക്കളെ പൊക്കിക്കൊണ്ടുവന്ന്, ഫ്രിഞ്ച് നേതാക്കളെ പൊക്കിക്കൊണ്ടുവന്നിട്ട് അതേ കണ്ടില്ല അവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിങ്ങോട്ട് വരണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത്? അവർ പ്രതിദാനം ചെയ്യുന്ന ആളുകൾ അത് എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യുന്നു, തിരിച്ച് അവരെ ഏറ്റെടുക്കുന്നുണ്ട്? ഇത് നമ്മൾ ചോദിക്കാം. ഫസൽ ഗഫൂർ എന്ന് പറയുന്നത് ഒരു ഫ്രിഞ്ച് എലമെൻ്റ് ആണോ? ആണെങ്കിൽ ഓക്കെ, നമ്മൾ എടുക്കുന്നില്ല, ലൈവ് ഞാനിപ്പോൾ ഇവിടെ നിർത്തും, അതാണ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഫസൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, മുസ്ലിങ്ങളെ പ്രതിദാനം ചെയ്യുന്ന, ചർച്ചകളിൽ പ്രതിദാനം ചെയ്യുന്ന, പൊളിറ്റിക്കൽ ഡിസ്കോഴ്സസിൽ എപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി, മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് നടക്കുന്ന വ്യക്തി, അതിൽ മുസ്ലിങ്ങൾ പഠിച്ച് വളരുന്നു. ആ സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ട്, ഈ തിരൂർ എന്ന് പറഞ്ഞ ആ സ്കൂളിൽ, MESൻ്റെ സ്കൂളിൽ ഞാൻ പോയിട്ടുള്ളൂ. വലിയ സ്കൂളാണ്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മളൊരു സുഹൃത്ത് അവിടെ ടീച്ചറായിരുന്നു. അപ്പം അവരെ കാണാനൊക്കെ വേണ്ടിയിട്ട് ചില ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുന്നേ പോയിട്ടുള്ളതാണ്, ഹോമിയോ ഡോക്ടറായിരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥാപനം നടത്തുന്ന ഒരാൾ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട എഡ്യൂക്കേഷനിൽ ഒരു റിഫോം ഇവിടെ കൊണ്ടുവരണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചർച്ചയ്ക്ക് ഒരു കൂട്ടം ആളുകളെ വിളിച്ചാൽ, അത് ഇനിയിപ്പോൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ്റെ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ്റെ ആയാലും CBSEയുടെ തന്നെയാണെന്ന് തന്നെ കൂട്ടുക, അങ്ങനെ ഒരു ബോഡിയെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഭാഗമാകാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഫസൽ ഗഫൂർ. പോട്ടെ, ഇദ്ദേഹം ഒരു ഡോക്ടറാണ്, മെഡിക്കൽ ഫീൽഡിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് അറിയുന്നത്. അവിടെയും ഇതേപോലെ സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് സമാനമായ നിലപാടുകളും ഒരു നിലയുമുള്ള ഒരു തീവ്ര ഹിന്ദു നിലപാട് പറയുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് അവർ തമ്മിൽ അവിടെ ഒരു കമ്പാരിസൺ നടത്താം. അല്ലാത്ത കാലത്തോളം ദർ ഇസ് നോ ഇക്വലൻസ്. അതുമായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് വരണ്ട. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണ്? അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലെ മതേതര ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഇതുപോലെ സംസാരിക്കുമ്പോൾ ഈ വ്യക്തി മുന്നിൽ പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയം, റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഇവിടെ ഭരണം കൊണ്ടുവന്നാൽ അത് ഇന്ത്യയുടെ ഗതി എന്തായിരിക്കും ആക്കുക, കേരളത്തിൻ്റെ ഗതി ഏത് തരത്തിലായിരിക്കും മാറ്റിമറിക്കുക എന്ന് സംശയിക്കാനും ഭയക്കാനുമുള്ള അവകാശം ഇവിടുത്തെ ആളുകൾക്ക് വെച്ചു കൊടുക്കുന്നത് ആരാണ്? നമ്മളാണോ? സംഘിയാണോ? അല്ല, ഈ ഫസൽ ഗഫൂർ തന്നെയാണ്. ആ ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഈ ചോദ്യം ഇവിടെ ഇനിയും ശക്തമായിട്ട് ഉയർത്തപ്പെടും, ശക്തി പ്രാപിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ശക്തി പ്രാപിച്ചാൽ, ഇതിനോടുള്ള റിപ്പർക്കഷൻസ് ഇപ്പുറത്ത് വന്നാൽ, ഭൂരിപക്ഷ ശാക്തീകരണം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പെട കിട്ടാൻ പോകുന്നത് ആർക്കാണ്? ന്യൂനപക്ഷങ്ങൾക്ക്. അപ്പോൾ ആ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ആർക്കായിരിക്കും ആദ്യം അടി കിട്ടുക? ഇവിടുത്തെ ജൂതന്മാർക്കാണോ? അല്ല. ഇവിടുത്തെ ബുദ്ധമതക്കാർക്കാണോ? അല്ല. ജൈനമതക്കാർക്കാണോ? അല്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് തന്നെ ആയിരിക്കും അടി കിട്ടുക. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, മുസ്ലിങ്ങൾ അത്രമാത്രം ന്യൂനപക്ഷമല്ല. ഇവിടെ ഒരു സൈസബിൾ പോപ്പുലേഷൻ, കേരളത്തിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1/3 ആണ് ഇവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വലിയ ക്ലാഷ് ആയിരിക്കില്ല ഉണ്ടാവുക. അവിടെ വലിയ തോതിലുള്ള ഒരു പവർ ലിഫ്റ്റിംഗ് ആണ് അവിടെ നടക്കുക. അങ്ങനെ ഒരു ഫൈറ്റിംഗ് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് അസ്ഥിരമാകും, അത് കുട്ടിച്ചോറാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല അത് പരിഹരിക്കാൻ എന്നത് തന്നെയാണ് എൻ്റെ പ്രശ്നം. ഒരു ഭാഗം അത് വളരെ മൈനോറിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ കൊന്നു തള്ളി മുന്നോട്ട് പോകുക എന്ന് പറയുന്നതെങ്കിൽ സാധ്യമാകും. പക്ഷേ അതുപോലും ഇവിടെ സാധ്യമാവില്ല. കാരണം ഇത് നിരന്തരം നീണ്ടു നിൽക്കുന്ന ഒരു ഫൈറ്റായിട്ട് മാറും. അത് ഒന്നുകിൽ ഇത് രണ്ടായിട്ട് പൊളിയുന്നതിന്, കേരളം വിട്ടുപോകുക, അല്ലെങ്കിൽ മറ്റൊരു രാജ്യമായിട്ട് മാറുന്നതിന് പോലും പാകിസ്ഥാൻ ഉണ്ടായതുപോലെ മറ്റൊരു പാകിസ്ഥാൻ ആകാനുള്ള സാധ്യതയായിട്ടാണ് ഇത് മാറുക. ഇതാണ് എൻ്റെ പ്രശ്നം. അതിൻ്റെ പിന്നിലുണ്ടാകുന്ന രക്തച്ചൊരിച്ചിലുകൾ എന്ന് പറഞ്ഞാൽ അത് ചില്ലറയായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിന് എടുക്കണം. ആ പണിയെടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ പങ്കാർക്കാണ്? ഇന്ന് നിലവിൽ അത് മുസ്ലിങ്ങൾക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇതുപോലുള്ള നിലപാടുകൾ എടുക്കുന്ന ആളുകളെ നിങ്ങൾ തള്ളി പറയോ തിരുത്തോ ഒന്നും വേണ്ട. ഇതേപോലെ പറയാത്ത ആളുകളായിട്ട് മാറാൻ, എന്താകരുത് എന്ന് മനസ്സിലാക്കാൻ, എങ്ങനെ ആകരുത് എന്ന് പഠിക്കാൻ ഇതുപോലുള്ള ആളുകളെ നിങ്ങളൊന്ന് പഠിക്കാൻ മനസ്സിലാക്കാം. എന്നിട്ട് ഇതേപോലെ ഒരിക്കലും ആകരുത് എന്നെങ്കിലും നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു ഭാവി രാഷ്ട്രീയം, അതിലൂടെ ഉണ്ടാകുന്ന പോളിസീസ്, അതിലൂടെ ഉണ്ടാകുന്ന ഒരു ധൈര്യം, സമൂഹത്തിന് കൊടുക്കുന്ന ധൈര്യം, അതിലൂടെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ആ ഒരു നിലനിൽപ്പ് കൂടുതൽ ഊഷ്മളമാവുക, കൂടുതൽ സമാധാനപരമാവുക. ഈ നാട് തന്നെ മൊത്തത്തിൽ ഒരു സുഖമുള്ള, ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക. അതിനെയാണ് നമ്മൾ ഇവിടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നാണ് ഞാൻ പറയാം. അതാണ് ഇവിടെ നമുക്ക് കാണാനില്ലാത്തത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.